സച്ചിദാനന്ദൻ ലോക കവിതയുടെ പുതുതാരകൾ മലയാള കവിതയിൽ സമന്വയിപ്പിച്ച കവികളിൽ പ്രമുഖനാണ് സച്ചിദാനന്ദൻ. നിരൂപകൻ, വിവർത്തകൻ എന്നീ നിലകളിലും പ്രസിദ്ധൻ. 1946 കൊടുങ്ങല്ലൂരിൽ ജനിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ എഴുതുമ്പോൾ സച്ചിദാനന്ദന്റെ കവിതകൾ ദേശാടനം, ഇവനെ കൂടി, കയറ്റം, സാക്ഷ്യങ്ങൾ, അപൂർണം, വിക്ക്, മറന്നുവെച്ച വസ്തുക്കൾ, വീടുമാറ്റം, മലയാളം, കവിബുദ്ധൻ, സംഭാഷണത്തിനൊരു ശ്രമം, 5 സൂര്യൻ, പീഡനക്കാലം, വേനൽമഴ മുതലായ കവിതാ സമാഹാരങ്ങളും കുരുക്ഷേത്രം, സംവാദങ്ങൾ, സമീപനങ്ങൾ, സൗന്ദര്യവും അധികാരവും തുടങ്ങിയ ലേഖന സമാഹാരങ്ങളും രചിച്ചിട്ടുണ്ട്. സച്ചിദാനന്ദന്റെ വേഗമുറങ്ങൂ എന്ന കവിത നോക്കാം. വേഗമുറങ്ങൂ മകളെ, വെയിൽ ചായുന്നു കൊന്ന പൂ പോലെ, അമ്പിളിപ്പൊന്തിടം വേന്തും കരിം കൊമ്പനായി രാത്രി വരുന്നു. മാനും മുയലും ഉറങ്ങി, കാടും ആറും കടലും അടങ്ങി, പായലിൽ മീൻമിഴി പൂട്ടി, നീല കായലിൻ സ്വപ്നമായി സൂര്യൻ. പക്ഷിയും പാട്ടും മടങ്ങി, കൂട്ടിൽ അക്ഷരം ഏട്ടിൽ മയങ്ങി. നീയുറങ്ങുമ്പോൾ മകളെ, ലോകം നീലമയിലിനെ പോലെ, നിൻമിഴിക്കുള്ളിൽ മകളെ, കല്ലും പുല്ലുമേറുന്നു ചിറകിൽ. നീ മയങ്ങുമ്പോൾ കിനാവിൽ കൊടും പോർനിലം പൂക്കളമാകും. അമ്മയില്ലാത്തവർക്കെല്ലാം അപ്പോൾ അമ്മയായി ഞാൻ നിലാവാകും. വറ്റും പുഴയിൽ നീർപ്പാടും, തളിർ മുറ്റും ഉണങ്ങിയ കാട്ടിൽ. വേഗമുറങ്ങൂ മകളെ, രാവിൻ പൂമരം പൂത്തുലയുന്നു. കാറ്റിൻ ചുമലിലെ കാണാ ചെണ്ട, ചാറ്റൽ മഴ തന്നിരമ്പം. വേഗമുറങ്ങൂ മകളെ, വേഗം വേഗമുറങ്ങൂ മലരെ. കവിതയുടെ ആശയം ഒന്ന് നോക്കാം. തുടങ്ങുന്നത് തന്നെ എങ്ങനെയാ? വേഗമുറങ്ങൂ മകളെ, വെയിൽ ചായുന്നു കൊന്ന പൂ പോലെ. അപ്പൊ വേഗമുറങ്ങൂ മകളെ എന്നാണ് കവിതയുടെ തുടക്കം തന്നെ അല്ലേ. അതിൽ നിന്ന് മനസ്സിലാക്കുക ഒരു മകളെ ഉറക്കുന്ന രീതിയിൽ, അതായത് ഒരു താരാട്ടുപാട്ടിൻ്റെ ഒരു ഈണത്തിലെ ഉള്ള ഒരു കവിതയാണിത്. വേഗമുറങ്ങൂ മകളെ, വെയിൽ ചായുന്നു കൊന്ന പൂ പോലെ. ഇവിടെ എന്താണ്? കൊന്നപ്പൂ പോലെ സുന്ദരമായ വെയിൽ ചാഞ്ഞു തുടങ്ങുന്ന നേരത്ത് മകളെ നീ ഉറങ്ങൂ എന്നാണ് ഇവിടെ പറയുന്നത്. പ്രകൃതിയാണ് ഇവിടെ ആര്? അമ്മ. അമ്പിളിപ്പൊന്തിടം വേന്തും കരിം കൊമ്പനായി രാത്രി വരുന്നു. അപ്പോൾ മകളോട് എന്താ പറയുന്നത്? രാത്രി എങ്ങനെയാണ് വരുന്നത്? അമ്പിളിപ്പൊന്തിടം വേന്തും കരിം കൊമ്പനായി രാത്രി വരുന്നു. ഒരു കരിങ്കൊമ്പനെ പോലെയാണ് രാത്രി വരുന്നത്. ഇനിയോ മാനും മുയലും ഉറങ്ങി. എന്താ? മാനും മുയലും ഉറങ്ങി, കാടും ആറും കടലും അടങ്ങി. ഇനി എന്താണ്? മാനും മുയലുമൊക്കെ എന്താണ്? ഉറങ്ങി തുടങ്ങിയിരിക്കുന്നു. കാടും ഉറങ്ങിയിരിക്കുന്നു. ആറും കടലും ഒക്കെ ഇരമ്പങ്ങളൊന്നുമില്ലാതെ എന്താ? മയങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പായലിൽ മീൻമിഴി പൂട്ടി, നീല കായലിൽ സ്വപ്നമായി സൂര്യൻ. ഇനിയോ പായലുകൾക്കിടയിൽ മീനുകളൊക്കെ മിഴി പൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് മീനുകളൊക്കെ ഇവിടെ എന്താ? ഉറങ്ങുകയാണ്. സൂര്യനോ? സൂര്യൻ നീലക്കായലിൻ്റെ സ്വപ്നമായി കഴിഞ്ഞിരിക്കുന്നു. പിന്നെയോ പക്ഷിയും പാട്ടും മടങ്ങി, കൂട്ടിൽ അക്ഷരം ഏട്ടിൽ മയങ്ങി. പക്ഷികൾ പാട്ടൊക്കെ നിർത്തിയിട്ട് എവിടെ പോയി? കൂടണഞ്ഞിരിക്കുന്നു. കൂട്ടിൽ പോയി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. കൂടണഞ്ഞിരിക്കുന്നു. അക്ഷരങ്ങളും അറിവും ഏട്ടിൽ മയങ്ങി തുടങ്ങി. നീ ഉറങ്ങുമ്പോൾ മകളെ, ലോകം നീലമയിലിനെ പോലെ. മകളെ നീ ഉറങ്ങുമ്പോൾ ലോകം എന്തുപോലെയാണ് ഇരിക്കുന്നത്? മയിലിനെ പോലെ. മയിലിനെ പോലെയാണ് കവിക്ക് ഇവിടെ തോന്നുന്നത്. പിന്നെന്താ? മയിലിൻ്റെ നിറമുള്ളതുപോലെ അല്ലേ. പിന്നെയോ കല്ലും പുല്ലും ഏറുന്ന നിൻമിഴിക്കുള്ളിൽ മകളെ, കല്ലും പുല്ലുമേറുന്നു ചിറകിൽ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? കല്ലും പുല്ലും ഒക്കെ ചിറകിലേറുന്നത് നിനക്ക് അകക്കണ്ണ് തുറന്നാൽ കാണാൻ പറ്റും. പിന്നെന്താ? നീ മയങ്ങുമ്പോൾ കിനാവിൽ കൊടും പോർനിലം പൂക്കളമാകും. നീ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ എന്താകും? യുദ്ധക്കളം പോലും എന്താവും? പൂക്കളമാകുന്നത് നിനക്ക് കാണാനാവും. അതായത് നല്ല സ്വപ്നങ്ങൾ കണ്ട് നീ മയങ്ങൂ എന്നാണ് ഇവിടെ പ്രകൃതിയാവുന്ന അമ്മ കുഞ്ഞിനോട് പറയുന്നത്.
അമ്മയില്ലാത്തവർക്കെല്ലാം അപ്പോൾ അമ്മയായി ഞാൻ നിലാവാകും. അപ്പോൾ അമ്മയില്ലാത്തവർക്കെല്ലാം ഭൂമി തന്നെ ആരാകും? ഒരു നിലാവിനെ പോലെ. നിലാവിൻ്റെ പ്രത്യേകത എന്താ? വെളിച്ചം തരുടെ. അതേപോലെ ഭൂമി തന്നെ ഇവിടെ അമ്മയാകുമെന്നാണ്. വറ്റും പുഴയിൽ നീർ പാടും തളിർ മുറ്റും ഉണങ്ങിയ കാട്ടിൽ. എന്താ പിന്നെ പറയുന്നത്? ഉറക്കത്തിൻ്റെ ശാന്തതയിൽ ഉണങ്ങി വരേണ്ട പുഴയിൽ ഓളങ്ങൾ തിരതല്ലുന്നതായും ഉണങ്ങി വരേണ്ട കാട്ടില് പുതിയ നാമ്പുകൾ തളിരിടുമെന്നും പ്രകൃതി മാതാവിനറിയാം അല്ലേ? വേഗമുറങ്ങൂ മകളെ രാവിൻ പൂമരം പൂത്തുലയുന്നു കാറ്റിൻ ചുമലിലെ കാണാച്ചെണ്ട ചാറ്റൽ മഴ തന്നിരമ്പം. വേഗമുറങ്ങൂ മകളെ വേഗം വേഗമുറങ്ങൂ മലരെ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? പ്രകൃതിയുടെ പൂമരം പൂത്തുലഞ്ഞിരിക്കുന്നു. കാറ്റിൻ്റെ ചുമലിലെ കാണാത്ത ചെണ്ടയുടെ താളം പെരുകുന്ന ചാറ്റൽ മഴയുടെ ഇരമ്പം. ചാറ്റൽ മഴ ഇവിടെ ഇങ്ങനെ, ചാറ്റൽ മഴ എങ്ങനെയാണ് ഉണ്ടാകുക? വലിയ ശബ്ദത്തിലല്ലല്ലോ ചാറ്റൽ മഴ ഉണ്ടാവില്ലേ? പക്ഷെ അതിനെ എന്തായിട്ടാണ് കവിക്ക് തോന്നിയിരിക്കുന്നത്? ചെണ്ടയുടെ ഒരു താളം പോലെ, ഒരു താളത്തിൽ പെയ്യുന്നതായിട്ട്. ചാറ്റൽ മഴയുടെ ഇരമ്പമുള്ള രാത്രിയിൽ മകളോട് വേഗം ഉറങ്ങാൻ വേണ്ടിയാണ് ഈ പ്രകൃതിയാവുന്ന മാതാവ് പറഞ്ഞിരിക്കുന്നത്. ഇനി കണ്ടെത്താൻ പറയാമെന്ന് കാണാം ടെക്സ്റ്റ് ബുക്കിൽ. രാത്രിയുടെ വരവിനെ കവി എങ്ങനെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് നോക്കാം. എങ്ങനെയൊക്കെയാണ് കവി ആവിഷ്കരിച്ചിരിക്കുന്നത്? അമ്പിളിക്കരയുടെ പൊൻതിടമ്പ് വഹിച്ച് കരിങ്കൊമ്പനെ പോലെയാണ് ആരിവിടെ വരുന്നത്? രാത്രി വരുന്നത്. രാത്രിയിൽ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് രാത്രി പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റം? മാനും മുയലുമെല്ലാം ഉറങ്ങി, കാടുറങ്ങി. പിന്നെയോ ആറും കടലും ഇരമ്പങ്ങളും ഇളക്കങ്ങളും ഇല്ലാതെ മയങ്ങിക്കിടക്കുകയാണ്. മീനുകൾ മിഴിപൂട്ടി നിൽക്കുന്നു. സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. പക്ഷികൾ പാട്ട് നിർത്തി കൂടുകളിൽ ചേക്കേറിയിരിക്കുന്നു. അക്ഷരങ്ങളും അറിവും ഏട്ടിൽ മയങ്ങിയിരിക്കുന്നു. ഇതെല്ലാമാണ് രാത്രിയിൽ പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ. ഈ മകളുടെ ഉറക്കത്തിന് അമ്മയായ പ്രകൃതി ഒരുക്കുന്നത് എന്തെല്ലാമാണ്? രാത്രിയുടെ പൂമരം പൂത്തുലയുന്നു. പലതരം ശബ്ദത്തോടു കൂടിയാണ് കാറ്റ് വീശുന്നത്. അവയെല്ലാം ചേർത്ത് വാദ്യഘോഷം തന്നെ ഒരുക്കുന്നു. മകളുടെ ഉറക്കത്തിന് പ്രകൃതി ഒരുക്കുന്നത് ഇതൊക്കെയാണ്.